സേതുനാഥ് പത്മകുമാർ തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്ത 2025 പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ചിത്രമാണ് ആഭ്യന്തര കുറ്റവാളി. വിവാഹ സമയത്ത് പുരുഷന്മാർ സ്ത്രീധനം വാങ്ങിക്കുന്നതും ഡിവോഴ്സിന് ശേഷം സ്ത്രീകൾ ജീവനാംശം വാങ്ങിക്കുന്നതും സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു രീതിയാണ്. എന്നാൽ ഈ ഒരു പ്രശ്നത്തിൽ നമ്മുടെ നായകൻ പെട്ടുപോവാണ്. വിവാഹം കഴിഞ്ഞ് വെറും 10 ദിവസത്തിനുള്ളിൽ അവന്റെ ഭാര്യ അവനെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. അതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് കണ്ടിട്ട് തന്നെ അറിയാം. സിനിമയുടെ തുടക്കത്തിൽ സഹദേവനും നയനയുമായുള്ള വിവാഹമാണ് കാണിക്കുന്നത്. സഹദേവന്റെ വീട്ടുകാർ സ്ത്രീധനം ഒന്നും ചോദിച്ചിട്ടില്ലെങ്കിലും നയനയുടെ വീട്ടുകാർ അവൾക്ക് 100 പവൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്ത് അടുത്ത സീനിൽ കാണിക്കുന്നത് സഹദേവൻ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നതാണ്. സിഐ വന്ന് സംസാരിക്കുമ്പോഴാണ് അവന് കാര്യം മനസ്സിലാവുന്നത്. അവന്റെ ഭാര്യ നയന അവനെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ നിന്നും വാങ്ങിയ സ്വർണമെല്ലാം ഇവൻ അവർക്ക് കൊടുക്കാതെ വച്ചിരിക്കുകയാണെന്നും അവളെ ഉപദ്രവിക്കുന്നുണ്ടെന്നുമായിരുന്നു കേസ്. എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സഹദേവൻ ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് സിഐയോട് പറയുന്നു. അവൻ ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് സിഐയോട് പറയുന്നു. അന്ന് വിവാഹത്തിനന്ന് സഹദേവനോട് നയനയുടെ വീട്ടുകാർ 100 പവൻ സ്വർണം സ്ത്രീധനമായി വാങ്ങിയതിന് തെളിവിനായി ഒരു അഗ്രിമെന്റിൽ സൈൻ ചെയ്യാൻ പറഞ്ഞിരുന്നു. എന്നാൽ സഹദേവൻ താൻ സ്ത്രീധനം ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ഈ കാലത്ത് ഇങ്ങനെ ഒരു ഉറപ്പുള്ളത് നല്ലതാണെന്ന് നയനയുടെ വീട്ടുകാർ പറയുന്നു. എന്നാൽ സഹദേവനാണെങ്കിൽ അതിലൊന്നും എതിരെ പറഞ്ഞില്ല. അവർ പറയുന്ന പേപ്പറിലെല്ലാം തന്നെ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ വിവാഹശേഷം നയന സഹദേവന്റെ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ സഹദേവന്റെ പെങ്ങൾക്ക് ഒരു മോതിരം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ സഹദേവന്റെ അമ്മയ്ക്ക് ഒരു വളയം ഇട്ട് കൊടുക്കുന്നു. ഇതെല്ലാം തന്നെ നയനയുടെ വീട്ടുകാർ ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മധുരം നൽകാൻ ഓരോ അമ്മായിമാരും വരുമ്പോഴും അവർക്കെല്ലാം 100 രൂപ വെച്ച് നയന കൊടുക്കുന്നുമുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ സഹദേവന്റെ വീട്ടുകാർ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുന്നു. അങ്ങനെ അവിടെ പാല് കൂടുതൽ ഇരിക്കുന്നത് കണ്ട് പാലോറൊഴിക്കാൻ സഹദേവനോട് 2 പാക്കറ്റ് തൈര് മേടിച്ചിട്ട് വരാൻ അമ്മ പറയുന്നുണ്ട്. സഹദേവൻ അത് അവന്റെ ഫ്രണ്ടായ അജയനെ വിളിച്ചിട്ട് ഒഴിക്കാൻ 2 പാക്കറ്റ് തൈര് മേടിച്ചിട്ട് വരാൻ പറയുന്നു. എന്നാൽ അവൻ കേട്ടത് 2 പാക്കറ്റ് എന്ന് മാത്രമായിരുന്നു. അതുകൊണ്ട് അവൻ 2 പാക്കറ്റ് കോണ്ടം വാങ്ങി അവന്റെ റൂമിൽ കൊണ്ടുവയ്ക്കുന്നു. സഹദേവൻ അത് കണ്ട് തൈരിന്റെ പാക്കറ്റ് ആണെന്ന് കരുതി തുറന്നു നോക്കിയതും അതിലുണ്ടായ കോണ്ടമെല്ലാം തന്നെ താഴെ വീഴുന്നു. ഇത് കണ്ട നയന ആകെ പേടിച്ചു പോകുന്നു. എന്നാൽ നയനയുടെ മുന്നിൽ വെച്ച് കോണ്ടമെല്ലാം താഴെ വീണത് കാരണം സഹദേവന് ആകെ ചമ്മലായി. നയന തനിക്ക് നല്ല ക്ഷീണമുണ്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങുന്നു. ശേഷം കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. സിഐ സഹദേവനോട് ചോദിക്കുന്നു, ആ പ്രശ്നത്തിന് നീ നയനയെ തള്ളിയിരുന്നു എന്ന്. കാരണം അതിന്റെ ഹോസ്പിറ്റൽ ഡീറ്റെയിൽസ് എല്ലാം അവർ നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് സിഐ പറയുന്നു. എന്നാൽ സഹദേവൻ താൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നും തൃശൂരിൽ വീടുള്ള താൻ നയനയെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇടുക്കിയിൽ പോയി കാണിക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് സഹദേവൻ പറയുന്നത്. അതിനുശേഷം സഹദേവൻ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നു. വിവാഹം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവർക്കിടയിൽ ഒന്നും തന്നെ നടന്നിട്ടുണ്ടായിരുന്നില്ല. സഹദേവന്റെ കൂട്ടുകാർ അവന് പല ഉപദേശങ്ങളും കൊടുക്കുന്നു. അങ്ങനെ അവൻ അന്ന് രാത്രിയെങ്കിലും കാര്യങ്ങൾ കടക്കണമെന്ന് വിചാരിച്ചിട്ട് നേരത്തെ വീട്ടിലേക്ക് എത്തി. പിന്നീട് നയനയോട് താൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോയി കുളിച്ചിട്ട് ആഹാരവും കഴിക്കുന്നു. എന്നിട്ട് അവൻ റൂമിൽ നിന്നും സ്പ്രേ ഒക്കെ അടിക്കുന്നത് കണ്ടിട്ട് നയനയ്ക്ക് കാര്യം മനസ്സിലായി. അവൾ വിഷയം മാറ്റാൻ വേണ്ടി അവനോട് പറയുന്നുണ്ട്, നമുക്ക് അന്താക്ഷരി കളിക്കാമെന്ന്. ആ സമയം അവന്റെ ഫ്രണ്ട് പറഞ്ഞ കാര്യം അവൻ ഓർക്കുന്നു. അവന്റെ മസിൽ പിടുത്തമെല്ലാം ഒഴിവാക്കിയിട്ട് അവളോട് കൂളായി സംസാരിക്കണമെന്നായിരുന്നു അവന്റെ ഫ്രണ്ട് പറഞ്ഞിരുന്നത്. അത് കാരണം അവൻ എന്നാ പിന്നെ അന്താക്ഷരി കളിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ 2 പേരും ഇരുന്ന് അന്താക്ഷരി കളിക്കാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോഴേക്കും അവന് ചെറുതായി ഉറക്കം വരാൻ തുടങ്ങി. അത് മനസ്സിലാക്കിയ നയന അവനൊരു താരാട്ട് പാട്ടും കൂടി പാടിക്കൊടുക്കുന്നു. അത് കേട്ട് അവൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോവാണ്. ആ സമയം നോക്കി അവളും കിടന്നുറങ്ങി. പിറ്റേ ദിവസം അവർ നയനയുടെ വീട്ടിലേക്ക് പോവാണ്. അവിടെ എത്തി അവർ ഫ്രഷ് ആയ ശേഷം നയനയുടെ അച്ഛൻ ഒരു പെഗ് അടിക്കാൻ സഹദേവനെ ക്ഷണിക്കുന്നു. അവൻ കൂടെ ചെല്ലുകയും കഴിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവൻ വല്ലപ്പോഴും മാത്രം കഴിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കാനിരിക്കുന്ന സമയം പെട്ടെന്ന് മുകളിലത്തെ നിലയിൽ നിന്നും നയനയുടെ ശബ്ദം കേൾക്കുന്നു. ശബ്ദം കേട്ട് അവർ ഓടി ചെന്ന് നോക്കുമ്പോൾ നയന ബോധമില്ലാതെ നിലത്ത് വീണ് കിടക്കുന്നതാണ് കാണുന്നത്. വേഗം തന്നെ അവളെ എടുത്ത് അവർ ഹോസ്പിറ്റലിലേക്ക് പോയി. അവൾക്ക് കുറച്ച് ക്ഷീണമുണ്ടെന്നല്ലാതെ മറ്റൊരു പ്രശ്നമില്ല എന്ന് ഡോക്ടർ പറയുന്നു. എന്നാൽ കുറച്ച് ദിവസത്തേക്ക് അവൾക്ക് കുറച്ച് റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് നയനയുടെ അച്ഛൻ കുറെ നാളായി സഹദേവനോട് പറയുന്നുണ്ടായിരുന്നു അവിടെ അടുത്ത് ഒരു സ്ഥലം വിൽക്കാനുണ്ട്, അത് വാങ്ങണമെന്ന്. എന്നാൽ അവന്റെ കയ്യിൽ കാശില്ല എന്ന് പറയുമ്പോൾ സ്ത്രീധനമായി തന്ന സ്വർണം വെച്ച് വാങ്ങിയാൽ മതിയെന്നാണ് അയാൾ പറയുന്നത്. അയാളുടെ നിർബന്ധപ്രകാരം സഹദേവൻ ആ സ്ഥലം കാണാൻ ചെല്ലുന്നു. എന്നാൽ ആ സ്ഥലമാകട്ടെ ഒരു കൊക്കയായിരുന്നു. നിരപ്പായ ഒരു സ്ഥലമായിരുന്നില്ല അത്. ഇത് വാങ്ങിയിട്ട് തനിക്ക് എന്തിനാ എന്ന് പറഞ്ഞ് സഹദേവൻ അവിടെ നിന്നും ദേഷ്യപ്പെട്ട് തിരിച്ചു പോകുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. സഹദേവന്റെ കൂട്ടുകാർ അവനോട് ചോദിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ എന്തായെന്ന്. ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഒന്നും നടന്നില്ല എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട് ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന്. ഇനി സഹദേവന് സെക്ഷുവലി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. എന്നാൽ തനിക്കൊരു പ്രശ്നവും ഇല്ല എന്നാണ് സഹദേവൻ പറയുന്നത്. കൂട്ടുകാർ അവനെ കളിയാക്കിയത് അവനൊട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അവൻ വീട്ടിലെത്തിയ ശേഷം നയന ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് അവളുടെ മുടി കാണിച്ചു കൊടുക്കുന്നു. നീളമുള്ള മുടി അവൾ വെട്ടി ഷോർട്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആരോട് ചോദിച്ചിട്ടാണ് നീ മുടി വെട്ടിയെന്ന് സഹദേവൻ ചോദിക്കുമ്പോൾ താൻ തന്റെ അമ്മയോട് ചോദിച്ചിട്ടാണ് മുടി വെട്ടിയെന്ന് അവൾ പറയുന്നു. എന്നാ പിന്നെ എന്തെങ്കിലും ആകട്ടെ എന്ന് അവനും പറയുന്നു. എന്നാൽ അവൾ വീണ്ടും ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറയുന്നു. അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ സുഹാന ഹയർ സ്റ്റഡീസിന് വേണ്ടി നെതർലാൻഡിലേക്ക് പോവുകയാണ്. 2 വർഷത്തെ കോഴ്സ് കഴിഞ്ഞാൽ അവിടെ തന്നെ ജോലി കിട്ടുമെന്നാണ് അവൾ പറയുന്നത്. എനിക്കും അവളുടെ കൂടെ പോകണമെന്നാണ് നയന പറയുന്നത്. അതിന് ലക്ഷങ്ങൾ ചെലവ് വരുമെന്ന് സഹദേവൻ പറയുമ്പോൾ നയന തന്റെ ഗോൾഡ് വിറ്റിട്ട് പോകാമെന്ന് പറയുന്നു. അപ്പോൾ സഹദേവൻ അതൊന്നും നടക്കില്ല, ആദ്യം നമ്മളൊന്ന് ജീവിച്ചു തുടങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നു.
എന്നാൽ നയനയാണെങ്കിൽ ദേഷ്യം വന്ന് അവനെ തള്ളി മാറ്റുന്നു. അപ്പോൾ സഹദേവൻ ഈ കാര്യം നീ നേരത്തെ പറയാത്തതുകൊണ്ട് ഇനി നടക്കില്ല എന്ന് ദേഷ്യത്തോടെ പറയുന്നു. അത് കേട്ടതും അവൾ വല്ലാതെ വയലന്റായി സാധനങ്ങളെല്ലാം തന്നെ എറിഞ്ഞുടയ്ക്കുകയും പിന്നീട് സ്വന്തം തല കൊണ്ടുപോയി കണ്ണാടിയിൽ ഇടിച്ചു പൊട്ടിക്കുന്നു. എന്നിട്ടെന്ത് സംഭവിച്ചു എന്ന് സിഐ ചോദിക്കുമ്പോൾ അന്ന് രാത്രി അവൾ അച്ഛന്റെയും അമ്മേന്റെയും മുന്നിൽ നന്നായി അഭിനയിച്ചു കാണിച്ചു. മാത്രമല്ല അവരുടെ മുന്നിൽ താൻ തെറ്റുകാരനുമായി. പിന്നീട് 3-4 ദിവസത്തേക്ക് ഇവർ രണ്ടുപേരും 2 മുറിയിലായിരുന്നു. പിന്നെ അവൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നൊരു ദിവസം അവളുടെ അച്ഛനും അമ്മയും വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോയെന്നാണ് അറിഞ്ഞത്. ഇപ്പോൾ അവൾ പോയിട്ട് 6 മാസമായി. ഒരു ദിവസം പോലും അവൾ ഫോണിൽ എന്നെ വിളിച്ചിട്ടില്ല. എന്നാൽ സിഐ പറയുന്നത് അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നാണ്. ഗാർഹിക പീഡനത്തിന്റെ പേര് പറഞ്ഞ് കേസിന് ബലം കൂട്ടാനാണെന്ന് സിഐക്കും അറിയാമായിരുന്നു. തൽക്കാലം നീ അവരുടെ സ്വർണം തിരിച്ചു കൊടുക്കാനാണ് സിഐ സഹദേവനോട് പറയുന്നത്. വരുന്ന 24-ാം തീയതി സ്വർണമെല്ലാം തിരിച്ചു കൊടുക്കാമെന്ന് സഹദേവൻ സമ്മതിക്കുന്നു. ഒരു തെറ്റും ചെയ്യാതെ ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നതിനുള്ള വിഷമം മാത്രമായിരുന്നു സഹദേവന്. അവൻ കരഞ്ഞുകൊണ്ട് അവന്റെ കൂട്ടുകാരനൊപ്പം പോകുന്നു. പിന്നീട് നയനയുടെ കയ്യിൽ നിന്നും കിട്ടിയ സ്വർണമെല്ലാം തന്നെ അവളുടെ വീട്ടുകാർക്ക് അളന്ന് തൂക്കി കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. സഹദേവൻ മുഴുവൻ സ്വർണം അവളുടെ വീട്ടുകാർക്ക് തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവന്റെ പേരിലുള്ള കേസ് കാരണം അവന്റെ ജോലിയെ അത് ബാധിക്കുന്നു. ആ സമയം കോടതിയിൽ നിന്നും അവനൊരു നോട്ടീസ് വരുന്നു. നയന അവനെതിരെ 3 കേസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് പോലീസ് സ്റ്റേഷനിലും കുടുംബ കോടതിയിലും മറ്റൊന്ന് സാധാരണ കോടതിയിലും. അവനൊരു വക്കീലിനെ കണ്ട് ആ കേസ് അയാളെ ഏൽപ്പിക്കുന്നു. ഈ കേസ് വായിച്ച വക്കീൽ പറയുന്നത് ഇതിലൊരു ഡിവോഴ്സ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല, മറിച്ച് ഗാർഹിക പീഡനം ഉണ്ടെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. കേസ് വക്കീല് തന്റെ ജൂനിയർ വക്കീലായ അനിലയെ ഏൽപ്പിക്കുന്നു. സഹദേവൻ അവളുടെ അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലുള്ളതുപോലെ അവന് തോന്നുന്നു. അങ്ങനെ അവിടെ നിന്നും സഹദേവനും ഫ്രണ്ടും ഒരു ദമ്പതിമാർ ചായക്കട നടത്തുന്നത് കാണുന്നു. അവർ സംസാരിക്കുന്നതിനിടയിൽ സഹദേവന്റെ ഫ്രണ്ട് അവന്റെ കാര്യങ്ങളെല്ലാം അവരോട് പറയുന്നു. അപ്പോൾ അവര് പറയുന്നത് അവർക്കാകെ ഉണ്ടായിരുന്ന മകന്റെ വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞ് ജനിച്ച ദിവസം അവൻ ആ കുഞ്ഞിനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോയതാണ്. പോകുന്ന വഴി ആക്സിഡന്റായി മരണപ്പെട്ടു പോയി. അവന്റെ ഭാര്യയാണെങ്കിൽ അവന്റെ സ്വത്ത് മുഴുവൻ അവളുടെ പേരിലേക്ക് എഴുതി വാങ്ങിച്ചു. അതും പോരാഞ്ഞിട്ട് ഇപ്പോൾ അവർ നിൽക്കുന്ന വീടും കൂടി അവളുടെ പേരിലേക്ക് ആക്കി കൊടുക്കാൻ അവൾ കേസ് കൊടുത്തിരിക്കുകയാണ്. ഒരു മനസ്സാക്ഷിയുമില്ലാത്ത മരുമകളായിരുന്നു അവരുടേത്. ഇതൊക്കെ കേട്ട് സങ്കടത്തോടെ വീട്ടിലെത്തുമ്പോൾ അവന്റെ അമ്മ കഥയല്ലത് ജീവിതം എന്ന പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഇവരുടെ ഈ പ്രശ്നങ്ങളുമായി ഈ പരിപാടിയിലേക്ക് പോയാലോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ അവൻ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിക്കുന്നു. പിറ്റേ ദിവസം അവൻ കോടതിയിൽ എത്തുമ്പോൾ അവൻ പീറ്റർ എന്ന് പറയുന്ന ഒരാളെ കാണുന്നു. അയാൾ സ്വന്തം വൈഫുമായി ഡിവോഴ്സിന് വേണ്ടി വന്നിരിക്കുകയായിരുന്നു. അയാളുടെ കുഞ്ഞാണെങ്കിൽ അയാളുടെ വൈഫിന്റെ കൂടെയായിരുന്നു. അതിനോട് സംസാരിക്കാൻ പോലും അയാളുടെ വൈഫ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കോടതിയിൽ വെച്ചാണ് തന്റെ കുഞ്ഞിനെ അയാൾ കാണുന്നത്. കുട്ടിയുടെ അവകാശത്തിന് വേണ്ടി അയാൾ കോടതിയിൽ നിൽക്കുമ്പോൾ അയാളുടെ മകൾ അയാളുടെ കൈ പിടിച്ചു നിൽക്കുന്നു. അത് ഇഷ്ടപ്പെടാത്ത അയാളുടെ ഭാര്യയാണെങ്കിൽ ആ കുഞ്ഞിന്റെ കൈ പിടിച്ചു മാറ്റുന്നു. കോടതി പറയുന്നത് കുഞ്ഞിന്റെ സേഫ്റ്റി അമ്മയ്ക്കാണെന്നാണ്. അച്ഛന് മാനസിക പ്രശ്നമുണ്ടെന്നാണ് കോടതി പറയുന്നത്. 1 മണിക്കൂർ നേരത്തേക്ക് കുഞ്ഞിനെ അയാളുടെ ഒപ്പം അയക്കാനാണ് കോടതി പറയുന്നത്. ശരിക്കും അയാൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് തെളിയിക്കാൻ അയാൾക്ക് ഒരു തെളിവില്ലാത്തത് കൊണ്ടാണ് കോടതി അങ്ങനെ തീരുമാനിച്ചത്. അയാൾ ഈ കാര്യം സഹദേവനോട് പറയുന്നു. ശേഷം അടുത്തത് സഹദേവന്റെ കേസായിരുന്നു. വിവാഹം കഴിഞ്ഞ് 1 മാസമേ ആയിട്ടുള്ളൂ. അതിൽ തന്നെ ആകെ 10 ദിവസം മാത്രമേ ഇവർ ഒരുമിച്ച് താമസിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പീറ്റർ അയാളുടെ കുട്ടിയുടെ അടുത്തേക്ക് പോകുമ്പോൾ കുട്ടിയെ അമ്മ ഓരോന്നും പറഞ്ഞ് പേടിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ കുട്ടിയാണെങ്കിൽ പീറ്ററിനെ കണ്ട് വല്ലാതെ ഭയന്നിരിക്കുകയാണ്. അയാളുടെ ഭാര്യ ഓരോന്നും പറഞ്ഞ് അയാളുടെ അടുത്തേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ അതിനെ പേടിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അച്ഛന് ഭ്രാന്താണെന്നും അച്ഛൻ തന്നെ ഉപദ്രവിക്കുമെന്നും കുട്ടി അച്ഛനെ നോക്കി പറയുന്നു. ഇതെല്ലാം കേട്ട് സങ്കടത്തോടെ പീറ്റർ സഹദേവന്റെ അടുത്ത് വന്നിരുന്നു. എന്നിട്ട് 2 പേർക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ പിരിയുന്നതാണ് നല്ലത്. ഒരു കുഞ്ഞായി കഴിഞ്ഞാൽ പിന്നെ അതിനോർത്ത് ഒരുപാട് വിഷമിക്കേണ്ടി വരും. അതിനൊരു നോക്ക് കാണാൻ വേണ്ടി നമ്മൾ ഒരുപാട് കൊതിക്കേണ്ടി വരും. മാത്രമല്ല ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കേണ്ടി വരുന്നത് ആ കുഞ്ഞു തന്നെ ആയിരിക്കും, അല്ലാതെ അച്ഛനും അമ്മയും ആയിരിക്കില്ല എന്ന് പീറ്റർ പറയുന്നു. ആ സമയം നയന പറയുന്നത് എനിക്ക് മദ്യപിക്കാത്ത ഒരാളായിരുന്നു ഞാൻ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത്. ഈ ആലോചന വന്നപ്പോൾ ഇയാളുടെ പെങ്ങളോട് അന്വേഷിച്ചപ്പോൾ ഇയാൾക്ക് അങ്ങനെ ഒരു ദുശീലമില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇയാളാണെങ്കിൽ നല്ലതുപോലെ മദ്യപിക്കും. ഇത് കേട്ട് സഹദേവൻ പറയുന്നത് താൻ സ്ഥിരമായി കഴിക്കുന്ന ഒരാളല്ല, വല്ലപ്പോഴും മാത്രം കൂട്ടുകാരൊപ്പം കൂടാറുണ്ട്, അല്ലാതെ ഓവറായി താൻ കഴിക്കാറില്ല. താൻ കഴിച്ചതായി തന്റെ വീട്ടുകാർക്ക് പോലും തോന്നാറില്ല. ഇവളുടെ വീട്ടിൽ വെച്ച് ഇവളുടെ അച്ഛൻ എന്നെ മദ്യപിക്കാൻ നിർബന്ധിച്ചതാണ്. എന്നാൽ അത് അവർക്ക് പ്രശ്നമുണ്ടായിരുന്നില്ലല്ലോ. പിന്നെന്താ പ്രശ്നമെന്ന് സഹദേവൻ ചോദിക്കുമ്പോൾ തനിക്ക് പുറത്തുനിന്നും കുടിച്ചു വരുന്നത് ഇഷ്ടമല്ല എന്നാണ് അവൾ പറയുന്നത്. കൂടാതെ 100 പവൻ സ്വർണവുമായാണ് അവൾ ആ വീട്ടിലേക്ക് ചെന്നത്. എന്നിട്ടും അവർ വീണ്ടും വീണ്ടും ക്യാഷ് ആവശ്യപ്പെടുന്നു. കൂടാതെ ഒരു സ്ത്രീ എന്ന നിലയിൽ എന്നെ തൃപ്തിപ്പെടുത്താനും ഇയാൾക്ക് സാധിച്ചിട്ടില്ല എന്ന് അവൾ പറയുന്നു. കൂടാതെ ഇയാൾക്ക് സെക്സിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല എന്ന് അവൾ പറയുമ്പോൾ സഹദേവൻ പറയുന്നത് ഇവളുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെ ഒരു സ്ത്രീയെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ ആ സ്ത്രീയും കൂടി വിചാരിക്കണം. ഓരോ തവണയും താൻ അടുത്തേക്ക് വരുമ്പോൾ അവൾ ഓരോ തടസ്സം പറഞ്ഞ് ഒഴിവായി പോകാറാണ് പതിവ്. ഒന്ന് തൊടാൻ പോലും ഇതുവരെ അവൾ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ ഇവർ തമ്മിൽ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്ന് കൗൺസിലർക്ക് മനസ്സിലായി. അവൻ പറഞ്ഞതൊന്നും തന്നെ വിശ്വാസമായില്ലെങ്കിൽ ഒരു ഡോക്ടറെ കൊണ്ട് അവൾ ചെക്ക് ചെയ്യാനാണ് സഹദേവൻ പറയുന്നത്. അപ്പോൾ ശരിക്കും മദ്യപാനവും ഈ പറഞ്ഞ കാര്യങ്ങളും മാത്രമാണോ ഇയാളുടെ പ്രശ്നമെന്ന് കൗൺസിലർ ചോദിക്കുമ്പോൾ നയനയ്ക്ക് ഒന്നും തന്നെ മിണ്ടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല.
തൽക്കാലം അടുത്ത സെക്ഷനിൽ കാണാമെന്ന് കൗൺസിലർ പറഞ്ഞ് അവരെ പറഞ്ഞു വിടുന്നു. അത് കഴിഞ്ഞ് സഹദേവന്റെ കൂട്ടുകാരൻ പെണ്ണ് കാണാൻ പോകുന്നതാണ് കാണിക്കുന്നത്. ആ പെണ്ണാണെങ്കിൽ ഒരുപാട് ഡിമാൻഡാണ് അവരോട് പറയുന്നത്. പെണ്ണും പെണ്ണിന്റെ വീട്ടുകാരും ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എന്നിട്ടും ആ പെണ്ണ് അവന്റെ കൂട്ടുകാരനോട് ചോദിക്കുന്നത് നിങ്ങളുടെ വീട് ആരുടെ പേരിലാണെന്നാണ്. അച്ഛന്റെ പേരിലാണെന്ന് അവൻ പറയുമ്പോൾ അച്ഛൻ വല്ല പണിക്കും പോകാറുണ്ടോ എന്ന് പെണ്ണ് ചോദിക്കുന്നു. ഇതൊക്കെ കേട്ട് ദേഷ്യം തോന്നിയ സഹദേവന്റെ ഫ്രണ്ട് കുടിച്ച ചായയുടെ പൈസ വരെ കൊടുത്തിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. പിന്നെ കാണിക്കുന്നത് തട്ടുകടയിലെ ആയിക്കയുടെ മരുമകൾ വക്കീലിനെ കണ്ട് സംസാരിക്കുന്നതാണ്. ഒരു തരത്തിലുള്ള കോംപ്രമൈസിന് ആ പെണ്ണ് തയ്യാറായിരുന്നില്ല. അവരുടെ സ്വത്ത് മുഴുവനും തനിക്ക് വേണമെന്നാണ് ആ പെണ്ണ് പറയുന്നത്. ഇപ്പോൾ തന്നെ ഒരുപാട് പണം അവൾക്ക് വേണ്ടി അവർ കഷ്ടപ്പെട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അവർ താമസിക്കുന്ന വീടും കൂടി വേണമെന്ന് പറയുന്നത് ശരിയല്ല എന്ന് വക്കീല് പറയുമ്പോൾ അവൾ അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പോകാൻ നേരം കുട്ടികൾക്ക് കൊടുക്കാൻ കുറച്ച് സ്വീറ്റ്സ് അടങ്ങുന്ന കവർ അവളുടെ കയ്യിൽ വെച്ച് ഇക്ക കൊടുക്കുന്നു. എന്നാൽ ആ സമയം അയാൾ തന്റെ കയ്യിൽ കയറി പിടിച്ചു എന്ന് പറഞ്ഞ് അവൾ ബഹളം വെക്കാൻ തുടങ്ങി. ഇത് കണ്ട് ഓടി വന്ന സഹദേവൻ തൽക്കാലം എല്ലാവരോടും അവിടെ നിന്ന് പോകാൻ പറയുന്നു. പിന്നീട് ഒരുപാട് വിഷമത്തോടെയാണ് അദ്ദേഹം സഹദേവനോട് സംസാരിക്കുന്നത്. ജനിക്കുമ്പോൾ ആരും തന്നെ ഒന്നും കൊണ്ടുവരാറില്ല. അതുപോലെ തന്നെയാണ് മരിക്കുമ്പോഴും ഒന്നും തന്നെ കൊണ്ടുപോകാറില്ല. ഞങ്ങളുടെ മരണശേഷം ഇതെല്ലാം തന്നെ അവൾക്കുള്ളതാണ്. എന്നാൽ ഞങ്ങളുടെ മരണം വരെ അവൾക്ക് കാത്തിരിക്കാൻ കഴിയില്ലെന്നാണ് അവൾ പറയുന്നത്. കേസ് ഏകദേശം തീരാറായി. ഉറപ്പായും അവൾക്ക് അനുകൂലമായിട്ടായിരിക്കും വിധി വരിക എന്ന് അയാൾക്കറിയാമായിരുന്നു. പിറ്റേ ദിവസം സഹദേവന് ഒരു കോൾ വരുന്നു. അത് അയിക്ക മരിച്ചു എന്ന വാർത്തയായിരുന്നു. പിറ്റേ ദിവസം സഹദേവൻ കോടതിയിലെത്തുമ്പോൾ അവന്റെ വക്കീൽ വന്നിട്ടുണ്ടായിരുന്നില്ല. പകരം ജൂനിയർ വക്കീൽ മാത്രമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് എതിർഭാഗം വക്കീൽ വരില്ല, അതുകൊണ്ട് ഞാൻ മാത്രം മതിയെന്ന് അനില പറയുന്നു. എന്നാൽ അവളുടെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് എതിർഭാഗം വക്കീൽ വരികയും അവൾക്ക് കേസ് വാദിക്കേണ്ടി വരികയും ചെയ്യുന്നു. എന്നാൽ വാദം തുടങ്ങിയപ്പോഴേക്കും അവളാകെ ടെൻഷനായിരുന്നു. അവളൊന്നും തന്നെ പറയാതെ അവിടെ തന്നെ ഇരിക്കുകയാണ്. എതിർഭാഗം വക്കീല് സഹദേവൻ നാനയോട് ചെയ്യാത്ത പല കാര്യങ്ങളും പറഞ്ഞ് അവന്റെ തലയിൽ കെട്ടിവെക്കുന്നു. സ്ഥിരമായി മദ്യപിക്കുന്ന ഒരാൾക്ക് ഇന്ന് രാവിലെ മദ്യം കിട്ടാത്തത് കൊണ്ടാണ് ഈ വിറയൽ എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. ഋതുശീലങ്ങളും ഇല്ലാത്ത ഒരാളെയാണ് തന്റെ കക്ഷി ആഗ്രഹിച്ചതെന്നും എല്ലാം മറച്ചു വെച്ചാണ് ഇയാൾ ഈ വിവാഹം നടത്തിയെന്നാണ് പ്രതിഭാഗം വക്കീല് പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ടും അനില ഒന്നും തന്നെ മിണ്ടാതിരിക്കുകയാണ്. അതുകൊണ്ട് സഹദേവന് മനസ്സിലായി ഇനി താൻ സംസാരിച്ചെങ്കിലേ പറ്റുള്ളൂ എന്ന്. അതുകൊണ്ട് സഹദേവൻ ജഡ്ജിയോട് പറയുന്നുണ്ട്, എന്റെ വക്കീൽ ഒന്നും പറയുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ടി ഞാൻ തന്നെ സംസാരിച്ചോട്ടെ എന്ന്. ജഡ്ജിയും അതിന് സമ്മതം കൊടുക്കുന്നു. ഇറങ്ങിപ്പോയ ഭാര്യയെ അവൻ ഒരിക്കൽ പോലും വിളിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അവൻ അതിനുള്ള മറുപടി പറയുന്നു. എന്നോടും എന്റെ വീട്ടുകാരോടും ഒരു വാക്കുപോലും പറയാതെയാണ് അവൾ സ്വന്തം അച്ഛന്റെയും അമ്മന്റെയും കൂടെ ഇറങ്ങിപ്പോയത്. മാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ അവൾ ഓൾറെഡി കേസ് കൊടുത്തത് കൊണ്ടാണ് താൻ അവളെ വിളിക്കാതിരുന്നത്. ഏതെങ്കിലും രീതിയിൽ അവളെ ശല്യം ചെയ്താൽ എന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് അവൾ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് താൻ അങ്ങനെ ഒന്നും ചെയ്യാതിരുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റല്ലേ എന്ന് അവൻ കോടതിയോട് ചോദിക്കുന്നു. അപ്പോൾ ജഡ്ജിയും പറയുന്നുണ്ട് അത് ശരിയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ വിളിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന്. പിന്നെ തന്റെ കൈ വിറച്ചതിന്റെ കാരണം മദ്യം കിട്ടാത്തത് കൊണ്ടല്ല, പേടിച്ചിട്ടാണെന്ന് അവൻ പറയുന്നു. സ്ത്രീധനം കിട്ടിയെന്ന് പറയുന്ന സ്വർണം ഞാൻ ചോദിച്ചു വാങ്ങിയതല്ല, അവളുടെ വീട്ടുകാർ അവൾക്ക് ഇട്ടുകൊടുത്തതാണ്. അതെല്ലാം തന്നെ സ്റ്റേഷനിൽ വെച്ച് തിരിച്ചു കൊടുത്തതുമാണ്. പിന്നെ ഞാൻ സ്ത്രീധനം ചോദിച്ചതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് സഹദേവൻ എതിർഭാഗം വക്കീലിനോട് ചോദിക്കുമ്പോൾ എതിർഭാഗം വക്കീൽ പറയുന്നത് ഇങ്ങനെയൊക്കെ സഹദേവൻ ചോദിക്കുമെന്നറിയാണെങ്കിൽ സ്ത്രീധനം ചോദിക്കുന്ന വീഡിയോ ഞങ്ങൾ എടുത്തു വച്ചേനെ എന്ന് പറയുന്നു. സ്ത്രീധനം എനിക്ക് തന്നു, ഞാൻ വാങ്ങി എന്നൊക്കെ പറഞ്ഞ് ഇവർ എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ അത് കൊടുത്തുവിട്ട അവരുടെ വീട്ടുകാരും കുറ്റക്കാരല്ലേ എന്ന് സഹദേവൻ ചോദിക്കുന്നുണ്ട്. പിന്നീട് സഹദേവൻ പറയുന്നുണ്ട് തനിക്കെതിരെ ചുമത്തിയ കേസ് താൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അത് സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമമാണെന്ന് അവന് മനസ്സിലായെന്ന്. ഇത്തരം നിയമങ്ങൾ സ്ത്രീകൾ പുരുഷന്മാരെ നശിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. വെറും 10 ദിവസം മാത്രം എന്റെ കൂടെ താമസിച്ച പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം അവളുടെ വീട്ടിലേക്ക് പോയാലും അവളുടെ ജീവനാവശ്യമായിട്ട് ഞാൻ പ്രതിമാസം 6000 രൂപയും തന്റെ സാലറിയുടെ 25% കൊടുക്കണമെന്ന് പറയുന്നതാണോ സ്ത്രീ സംരക്ഷണം എന്ന് നിങ്ങൾ പറയുന്നത്? അതുപോലെ സ്വന്തം മകളെ കാണാൻ അനുമതി കിട്ടിയിട്ടും മകളെ കാണാൻ പറ്റാതെ കോടതിയിൽ നിന്നും കരഞ്ഞുകൊണ്ട് പോകേണ്ടി വന്ന പീറ്ററിനെ പറ്റിയും സ്വത്തുക്കളെല്ലാം തന്നെ മരുമകൾ കേസ് നടത്തി സ്വന്തമാക്കിയത് കൊണ്ട് അതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഇക്കയെ പറ്റിയും സഹദേവൻ അവിടെ വെച്ച് പറയുന്നുണ്ട്. സ്ത്രീയുടെ മഹത്വം രാമായണത്തിലൂടെ പറയുമ്പോഴും ആ കൂട്ടത്തിൽ ദുഷ്ടയായ പല സ്ത്രീകളും ഉണ്ട്. അതുപോലെ എല്ലാ സ്ത്രീകളും നല്ലവരല്ല എന്നും സത്യസന്ധതയുള്ളവരല്ല എന്നും സഹദേവൻ കൂട്ടിച്ചേർക്കുന്നു. ഇതെല്ലാം കേട്ട കോടതിക്കാണെങ്കിൽ ഇയാളുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് തോന്നുന്നു. തനിക്ക് LLBയിൽ നല്ല ഭാവിയുണ്ടെന്ന് പറഞ്ഞ് ഒരു കൗൺസിലിംഗ് കൂടി അറ്റൻഡ് ചെയ്യാൻ ജഡ്ജി അവരോട് പറയുന്നു. ആദ്യം കൗൺസിലർ നയനയോട് സംസാരിച്ച ശേഷമാണ് സഹദേവനെ വിളിപ്പിക്കുന്നത്. അവരോട് കൗൺസിലർ ചോദിക്കുന്നുണ്ട് നയനയ്ക്കും മറ്റാരെങ്കിലുമായിട്ട് അഫെയർ ഉണ്ടോ എന്ന്. എന്നാൽ തനിക്ക് അറിയില്ല എന്നാണ് സഹദേവൻ പറയുന്നത്. അവൻ നയനയോട് ഇപ്പോഴും ഒരു ചെറിയ ഇഷ്ടമുള്ളതായി കൗൺസിലർക്ക് തോന്നുന്നുണ്ട്. അവൾ പല ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞിട്ടില്ല. ഇനി എന്തെങ്കിലും അഫെയർ ഉണ്ടെങ്കിൽ അടുത്ത കൗൺസിലിംഗിൽ ഞാൻ വ്യക്തമാക്കി പറയാമെന്ന് കൗൺസിലർ സഹദേവനോട് പറയുന്നു. കോടതിയിൽ കേസ് വാദിക്കാതെ സഹദേവന് അനിലയോട് ദേഷ്യം ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി സീനിയർ വക്കീലിന്റെ അടുത്ത് അവൻ കംപ്ലൈന്റ് ചെയ്യുകയും ചെയ്തിരുന്നു. തൽക്കാലം അവളോട് ക്ഷമിക്കണമെന്നും നമുക്ക് കേസിന്റെ കാര്യത്തിലേക്ക് കടക്കാമെന്നും സീനിയർ വക്കീൽ പറയുന്നു. നയന പുറത്തു വെച്ച് അവളുടെ ബന്ധുക്കളെ കാണുമ്പോൾ അവർ അവളെ കുറിച്ച് സഹതാപത്തോടെ സംസാരിക്കുന്നു. അവൾ പോയ ശേഷം അവളുടെ കാരണം കൊണ്ട് തന്നെയായിരിക്കും അവർ വേർപിരിഞ്ഞതെന്ന് അവരടക്കം പറയുന്നത് അവൾ കേൾക്കാൻ ഇടയാകുന്നു. അത് കേട്ടപ്പോൾ അവൾക്ക് ഒരുപാട് വിഷമം തോന്നുന്നു. നയനയുടെ അഫയറിനെ കുറിച്ച് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് അറിയാൻ അവൾ കൊണ്ടുവന്ന ബാഗെല്ലാം തന്നെ പരിശോധിക്കുന്നു. അതിൽ നിന്നും ഒരു പെൻ ഡ്രൈവ് സഹദേവന് കിട്ടുന്നു. അത് കഴിഞ്ഞ്
പിന്നീട് കാണിക്കുന്നത് ഒരുപാട് ലീവുള്ളത് കാരണം സഹദേവന്റെ ജോലി പോകുന്നതാണ്. ഇപ്പോൾ എല്ലാം കൊണ്ടും അവന്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അവന്റെ അമ്മ പറയുന്നുണ്ട് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് അവന്റെ മോശം സമയം കൊണ്ടായിരിക്കാമെന്ന്. അതുകൊണ്ട് അമ്പലത്തിൽ പോയി ചില വഴിപാടെല്ലാം കഴിക്കാൻ അമ്മ സഹദേവനെ അമ്പലത്തിലേക്ക് പറഞ്ഞു വിടുന്നു. ജൂനിയർ വക്കീലായി കിട്ടുന്ന ശമ്പളം അവളുടെ ജീവിത ചെലവിന് തികയാത്തത് കാരണം അമ്പലത്തിലെ കളമെഴുത്തിനും മറ്റും അവളും വരുമായിരുന്നു. താൻ കാരണം അവനുണ്ടായ ബുദ്ധിമുട്ടിന് അവൾ സോറി പറയുന്നു. അതൊന്നും സാരമില്ല എന്ന് സഹദേവൻ പറയുന്നു. അങ്ങനെ സഹദേവൻ നയന പഠിച്ച കോളേജിൽ ചെന്ന് അവളുടെ അഫെയറിനെ കുറിച്ച് അന്വേഷിക്കാൻ പോകുന്നു. ഒപ്പം അനിലയും ഉണ്ടായിരുന്നു. അവിടെ വെച്ച് സിസ്റ്റർ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അഡ്രസ്സ് കൊടുക്കുന്നു. അവൾക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അറിയാമായിരിക്കുമെന്ന് സഹദേവനോട് സിസ്റ്റർ പറയുന്നു. അങ്ങനെ അവർ നയനയുടെ ഫ്രണ്ടായ സുഹാനയുടെ വീട്ടിലെത്തുന്നു. അവരെ കണ്ടപ്പോൾ തന്നെ സുഹാനയ്ക്ക് കാര്യം മനസ്സിലായി. ഒരിക്കൽ നിങ്ങൾ എന്നെ തേടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. എന്റേതും നയനയുടെയും ജീവിത പ്രശ്നങ്ങൾ ഏതാണ്ട് ഒരുപോലെ ആയിരുന്നു. ചെറുപ്പം മുതലേ അച്ഛൻ അമ്മയെ മദ്യപിച്ച് ഉപദ്രവിക്കുന്നത് കണ്ടാണ് ഞാൻ വളർന്നത്. അച്ഛന്റെ കയ്യിൽ നിന്നും ഒരുപാട് തല്ല് കിട്ടിയത് കാരണം അവൾക്ക് ആണുങ്ങളോട് വെറുപ്പായി മാറി. ഒരിക്കൽ ദേഷ്യത്തിൽ അയാൾ അവളുടെ കൈ വെട്ടിക്കളയുന്നു. പിന്നീട് അവളുടെ ലൈഫിൽ ആണുങ്ങൾ വേണ്ട എന്ന് അവൾ തീരുമാനിച്ചു. നയനയ്ക്കാണെങ്കിൽ അവളുടെ അധ്യാപകരിൽ നിന്നുമായിരുന്നു മോശമായ അനുഭവം ഉണ്ടായിരുന്നത്. അതിനുശേഷം അവൾ ആണുങ്ങളോട് വെറുപ്പ് കാണിക്കാൻ തുടങ്ങി. ഇവർ രണ്ടുപേരും കോളേജിൽ വെച്ച് കണ്ടുമുട്ടുകയും രണ്ടുപേരുടെയും സങ്കടങ്ങൾ ഒന്നാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ അവർ നല്ല സുഹൃത്തുക്കളായി മാറി. അവരുടെ ജീവിതാവസാനം വരെ നല്ല സുഹൃത്തുക്കളായി ജീവിക്കാനായിരുന്നു അവരുടെ ആഗ്രഹം. സത്യങ്ങളെല്ലാം തന്നെ സഹദേവൻ മനസ്സിലാക്കിയപ്പോൾ അത് കോടതിയിൽ അവൻ തുറന്നു പറഞ്ഞു. അവർക്ക് രണ്ടുപേർക്കും പുറത്തുപോയി അവിടെ ജോലി ചെയ്ത് അവിടെ തന്നെ സെറ്റിൽഡ് ആവാനായിരുന്നു അവരുടെ പ്ലാൻ. അതിന് പണം ആവശ്യമായി വന്നപ്പോൾ വീട്ടുകാർ തരില്ലെന്ന് മനസ്സിലാക്കിയ അവൾ ഒരു വിവാഹത്തിന് സമ്മതിച്ചു. ശേഷം സ്ത്രീധനം കിട്ടുന്ന പണം കൊണ്ട് അവൾക്ക് പോകാമെന്ന് അവൾ കരുതി. ഈ വിവരങ്ങളൊന്നും തന്നെ നയനയുടെ വക്കീലിന് അറിയില്ലായിരുന്നു. ഇതുപോലത്തെ കേസ് എടുത്തത് തന്നെ തെറ്റായി പോയെന്ന് അയാൾ സഹദേവനോട് പറയുന്നു. നയനയുടെ ഭാഗമെല്ലാം കേട്ടപ്പോൾ സഹദേവൻ പറയുന്നുണ്ട് അവളുടെ അനുഭവങ്ങളാണ് അവളെ ഇങ്ങനെയാക്കിയതെങ്കിൽ ആ അനുഭവങ്ങളും പേറി അവൾ മറ്റൊരാളുടെ ലൈഫിലേക്ക് വരുമ്പോൾ അവരുമായി പൊരുത്തപ്പെടുന്നതിന് മുമ്പ് തന്നെ അവൾ പ്ലാൻ ചെയ്തു. അവളുടെ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കാൻ അവൾ ശ്രമിച്ചു തുടങ്ങി. എല്ലാ പുരുഷന്മാരും അവൾ ഉദ്ദേശിച്ച പോലെയാണെന്ന് അവൾ വിശ്വസിച്ചു. ഈ ലോകത്ത് ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അത് മറ്റൊരാളുടെ സ്വപ്നത്തെ തകർക്കുന്ന രീതിയിലാവരുത്. അവളിപ്പോ കാണിച്ച ധൈര്യം കുറച്ചു മുമ്പ് കാണിച്ചിരുന്നെങ്കിൽ തന്റെ വീട്ടുകാർ വിഷമിക്കേണ്ടി വരില്ലെന്ന് അവൻ പറയുന്നു. ഇനി എന്തായാലും നയന തന്റെ ലൈഫിൽ വേണ്ടെന്നാണ് സഹദേവൻ പറയുന്നത്. മ്യൂച്വൽ ഡിവോഴ്സിന് താൻ തയ്യാറാണെന്നും സഹദേവൻ പറയുന്നു. ശേഷം അനില ഇനി എന്താ പ്ലാൻ എന്ന് സഹദേവനോട് ചോദിക്കുമ്പോൾ ജീവിതം എവിടെ നിന്നാണോ തന്നെ വിട്ടുപോയത് അവിടെ നിന്നും വീണ്ടും തുടങ്ങാൻ പോവുകയാണെന്ന് പറയുന്നു. അങ്ങനെ പിന്നീട് വീട്ടിലെത്തിയ സഹദേവൻ ഒരു പഴക്കൊല കെട്ടിത്തൂക്കുന്നതാണ് കാണിക്കുന്നത്. കുരുക്ക് നല്ലതുപോലെ ഇടണമെന്ന് അച്ഛൻ പറയുമ്പോൾ സഹദേവൻ പറയുന്നത് ഇതിനേക്കാൾ വലിയ കുരുക്കിൽ നിന്നും ഊരിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്ന് സഹദേവൻ പറയുന്നു. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു മൂവി എൻഡ് ചെയ്യുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.